ടച്ച് സ്ക്രീനും സ്ലീക്ക് ഡിസൈനും ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് 25,000 കോടി ഡോളർ മൂല്യമുണ്ടായിരുന്ന നോക്കിയ കൂപ്പുകുത്തിയതും സാംസങ്ങും ആപ്പിളും കുതിച്ചു കയറിയതും. ഫിസിക്കൽ കീബോർഡാണ് ആളുകൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ബ്ലാക്ക്ബെറി തകർന്നതും 2016 അവർക്ക് പ്രൊഡക്ഷൻ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നതും. ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി തങ്ങളുടെ ഫിലിം ഫോട്ടോഗ്രാഫിയെ തകർക്കുമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് കൊഡാക്ക് പുറത്തായതും സോണിയും കാനനും ഫ്യൂജി ഫിലിമും പാനസോണിക്കും കുതിച്ചു കയറിയതും. $1 മില്യൺ ഗൂഗിളും $1 ബില്യൺ ഫേസ്ബുക്കും വാങ്ങാൻ അവസരമുണ്ടായിട്ടും പിന്നീട് $45 ബില്യൺ മൈക്രോസോഫ്റ്റ് തങ്ങളെ ഇങ്ങോട്ട് വാങ്ങാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ തങ്ങൾക്ക് അതിലേറെ മൂല്യമുണ്ടെന്ന് പറഞ്ഞ് വാങ്ങാതിരിക്കുകയും ചെയ്ത യാഹു എന്ന സെർച്ച് എഞ്ചിനാണ് പിന്നീട് വെറും $4.5 ബില്യൺ വിറ്റുപോയതും ഗൂഗിൾ പിന്നീട് രാജാവായതും. നമ്മൾ വിജയിച്ചു നിൽക്കുമ്പോൾ നമ്മൾ പിടികൂടുന്ന ഒന്നാണ് കംപ്ലൈസൻസി, അലംഭാവം. ഇത്രയൊക്കെ മതി എന്നൊരു തോന്നൽ. കംപ്ലൈസൻസി ഇസ് എ ഡേർട്ടി ഹാബിറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമ്മൾ പൊളിയായി നിൽക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ പൊളിച്ചെയ്തി കാനിബലൈസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്നേക്കുമായി ഒളിഞ്ഞു പോകും. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി. സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS ആൻഡ് OET.